ശ്രീ പരമാത്മനേ നമഃ. ശ്രീമദ് ഭഗവത്ഗീത ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന 13-ാം അധ്യായത്തിലെ 6-7 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. അർജുനനിൽ ജിജ്ഞാസ വളർത്തിയതിന് ശേഷം ഭഗവാൻ തുടരുകയാണ്. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയ ഗോചരാഹ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. മഹാഭൂതാനി പഞ്ചമഹാഭൂതങ്ങൾ. അഹങ്കാരം കർത്തൃത്വ ഭോക്തൃത്വാഭിമാനമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ബുദ്ധി അവ്യക്തം വാസന. അവ്യക്തം എന്ന് പറയുന്നത് വാസനകളെയാണ്. ദശ ഇന്ദ്രിയാണി 10 ഇന്ദ്രിയങ്ങൾ. ഏകം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിനെയാണ്. പഞ്ച ഇന്ദ്രിയ ഗോചരാഹ 5 വിഷയങ്ങൾ. ഇങ്ങനെ 24 തത്വങ്ങൾ അടങ്ങിയ ഏതത് ക്ഷേത്രം, ഈ ക്ഷേത്രത്തെ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം, ഇച്ഛ ദ്വേഷം സുഖം ദുഃഖം, സംഘാത ചേതന ധൃതി, സംഘാതം ചേതന ധൃതി, ഇങ്ങനെ സവികാരം വികാരങ്ങളോടുകൂടി സമാസേന ഉദാഹൃതം ചുരുക്കി പറഞ്ഞു. പഞ്ചമഹാഭൂതങ്ങൾ കർത്തൃത്വ ഭോക്തൃത്വാഭിമാനം, ബുദ്ധി, വാസന, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 വിഷയങ്ങൾ, ഇങ്ങനെ 24 തത്വങ്ങൾ അടങ്ങിയ ഈ ക്ഷേത്രത്തെ ഇച്ഛ ദ്വേഷം സുഖം ദുഃഖം സംഘാതം ചേതന ധൃതി, ഇങ്ങനെ വികാരങ്ങളോടുകൂടി ചുരുക്കി പറഞ്ഞു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ 5 മഹാഭൂത തന്മാത്രകളും ഭൂതതന്മാത്രകളുടെ കാരണമായ അഹങ്കാരവും, അഹങ്കാര കാരണമായ സത്വബുദ്ധിയും, ബുദ്ധി കാരണമായ അവ്യക്തവും, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിങ്ങനെ 11 ഇന്ദ്രിയങ്ങളും, ആകാശം, വായു, തേജസ്, ജലം, ഭൂമി എന്നിങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളായ പഞ്ചഭൂതങ്ങളും, സുഖം തരുമെന്ന് തോന്നുന്ന പദാർത്ഥങ്ങളിലുള്ള ആഗ്രഹം, ദുഃഖിപ്പിക്കുമെന്ന് തോന്നുന്ന അവയോടുള്ള വെറുപ്പ്, അനുകൂലാനുഭവം, പ്രതികൂലാനുഭവം, ദേഹേന്ദ്രിയങ്ങളുടെ ഒരുമിച്ചുള്ള നില, ദേഹേന്ദ്രിയങ്ങളിൽ ജീവചൈതന്യത്തോടു കൂടിയ അന്ധകരണവൃത്തി, ക്ഷീണിച്ചു വശങ്ങളാകുന്ന ദേഹേന്ദ്രിയങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തി നിലനിർത്താനുള്ള കഴിവ് എന്നിവയും, ഇത്രയുമാണ് ക്ഷേത്രമെന്ന് അതിൻ്റെ വികാരങ്ങളെയും ഉൾപ്പെടുത്തി വ്യക്തമായും സംക്ഷിപ്തമായും പറയപ്പെട്ടിരിക്കുന്നത്. ഭഗവാൻ നിരൂപണം ചെയ്യാം എന്നേറ്റിട്ടുള്ള തത്വങ്ങളെ ഓരോന്നോരോന്നായി വിവരിക്കാൻ തുടങ്ങുകയാണ്. ക്ഷേത്രം എന്താണ് എന്നാണ് ഈ 6-7 ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നത്. ഈ ശരീരമാണ് ക്ഷേത്രം എന്നുള്ളത്. അതായത് ഇദം ശരീരം കൗന്ദേയ എന്ന് തുടങ്ങുന്ന ഈ അധ്യായത്തിലെ തന്നെ 2-ാമത്തെ ശ്ലോകത്തിലൂടെ ക്ഷേത്രം എന്താണെന്ന് സൂചിപ്പിച്ചതാണ്. അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇനി വ്യക്തമാക്കുന്നത്. അതിലടങ്ങിയിരിക്കുന്നത് മഹാഭൂതങ്ങൾ, അഹങ്കാരം, ബുദ്ധി, അവ്യക്തം, ദശേന്ദ്രിയങ്ങൾ, ഏകം, 5 ഇന്ദ്രിയ വിഷയങ്ങൾ ഇവയെല്ലാമാണ്. മഹാഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയാണ് പഞ്ചമഹാഭൂതങ്ങൾ. അഹങ്കാര ശരീരത്തിൽ ഞാനെന്നും ശരീര സംബന്ധികളായ വസ്തുക്കളിൽ എൻ്റെ എന്നുമുള്ള കർത്തൃത്വ ഭോക്തൃത്വാഭിമാനമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഭൗതിക വസ്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നാണ് ഇത് ഉടലെടുക്കുന്നത്. ബുദ്ധി യുക്തിപൂർവം ചിന്തിച്ച് സ്വന്തമായ നിഗമനങ്ങളിൽ മനുഷ്യനെ എത്തിക്കുന്ന, ജീവിതാനുഭവങ്ങളെ നല്ലതെന്നോ ചീത്തയെന്നോ വിധി കൽപ്പിക്കുന്ന നിശ്ചയാത്മകമായ അന്ധകരണമാണ് ബുദ്ധി എന്ന് പറയുന്നത്. അവ്യക്തം ചിത്തവൃത്തികളെ നിയന്ത്രിക്കുന്ന വാസനാ സഞ്ചയമാണ് അവ്യക്തം. മുൻപ് ചെയ്തിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഉള്ളിൽ ഊറിക്കൂടുന്ന സംസ്കാര വിശേഷം പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളെയും അനുഭവങ്ങളെയും സ്വാധീനിക്കുന്നു. വിഷയാസക്തനായി അഹങ്കാരത്തോടെ കർമ്മം ചെയ്യുന്ന മനുഷ്യനെ സംസാരത്തിൽ ബന്ധിക്കുന്നത് വാസനയാണ്. വ്യക്തിയുടെ വിചാരങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നതും അതുതന്നെയാണ്.
വൃഷ്ടിവാസന വൃഷ്ടിജഗത്തിനും കാരണമാണ് എന്നതുപോലെ സമഷ്ടിവാസന സമഷ്ടിജഗത്തിന് കാരണമാകുന്നു. വൃഷ്ടിവാസനയെ അവിദ്യയെന്നും സമഷ്ടിവാസനയെ മായ അല്ലെങ്കിൽ മൂലപ്രകൃതിയെന്നും പറയും. അവിദ്യോപാധിഗതനായ ചൈതന്യമാണ് ജീവൻ. അവിദ്യയെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന ചൈതന്യമാണ് ജീവൻ എന്ന് പറയുന്നത്. അത് വൃഷ്ടിജഗത്തിനെ, അതായത് വ്യക്തിയുടെ അനുഭവ മണ്ഡലത്തെ സൃഷ്ടിക്കുന്നു. അതുപോലെ മായോപാധിഗതനായ ചൈതന്യമാണ് ഈശ്വരൻ. സമഷ്ടിജഗത്തിനെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു. അവ്യക്തത്തിൽ നിന്നാണ് ദൃശ്യപ്രപഞ്ചം ഉടലെടുക്കുന്നത് എന്നാണ് ചുരുക്കി പറഞ്ഞത്. ദശേന്ദ്രിയങ്ങൾ ശബ്ദാദി വിഷയങ്ങളെ, ശബ്ദം തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഗ്രഹിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ 5 അവയോട് പ്രതികരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങൾ 5. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ 10 അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. ഏകം എന്നുള്ളതിന് ഇവിടെ മനസ്സ് എന്നാണ് അർത്ഥം. ഇന്ദ്രിയങ്ങൾ പലതാണ് എങ്കിലും അവയ്ക്ക് വിഷയഗ്രഹണത്തിന് കഴിവ് കിട്ടുന്നത് മനസ്സുമായുള്ള ചേർച്ച കൊണ്ടാണ്. ഇന്ദ്രിയങ്ങൾ വഴി നമ്മിലെത്തുന്ന വിഷയങ്ങളെ സ്വീകരിക്കുന്നതും അവയോട് നമ്മുടെ ബുദ്ധിക്കുള്ള പ്രതികരണത്തെ കർമ്മേന്ദ്രിയങ്ങൾ വഴി നിർവഹിക്കുന്നതും മനസ്സാണ്. പിന്നെ 5 ഇന്ദ്രിയ വിഷയങ്ങളാണിനി. അതായത് ഓരോ ഇന്ദ്രിയവും അതിൻ്റേതായ ഒരു നിശ്ചിത വിഷയത്തെ ഗ്രഹിക്കുന്നുണ്ട്. ശ്രോത്രം ശബ്ദത്തെ ഗ്രഹിക്കുന്നു, ത്വക്ക് സ്പർശത്തെ, കണ്ണ് രൂപത്തെ, നാവ് രസത്തെ, മൂക്ക് ഗന്ധത്തെ. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും ഓരോരോ വിഷയങ്ങളെ ഗ്രഹിക്കുന്നുണ്ട്. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന 5 ഇന്ദ്രിയ വിഷയങ്ങളല്ലാതെ ദൃശ്യപ്രപഞ്ചത്തിൽ 6ാമതൊരു വിഷയം ഇല്ല. സാഖ്യശാസ്ത്രത്തിലെ പ്രസിദ്ധങ്ങളായ 24 തത്വങ്ങളെയാണ് ഇവിടെ എണ്ണിപ്പറഞ്ഞത്. അതായത് പഞ്ചമഹാഭൂതങ്ങൾ 5, അഹങ്കാരം 1, ബുദ്ധി 1, അവ്യക്തം 1, ദശേന്ദ്രിയങ്ങൾ 10, മനസ്സ് 1, പഞ്ചേന്ദ്രിയ വിഷയങ്ങൾ 5. ഇങ്ങനെ ആകെ 24 തത്വങ്ങളാണ് സാഖ്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ 24 ഘടകങ്ങൾ ഉണ്ടായതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ 24 ഘടകങ്ങൾ ചേർന്നുണ്ടായതാണ്. അതിന് ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, സംഘാതം, ചേതന, ധൃതി ഇങ്ങനെ 7 വികാരങ്ങളുണ്ട്. ഇന്ദ്രിയ മനോബുദ്ധികളാകുന്ന കരണങ്ങൾ കൊണ്ട് വിഷയവികാര വിചാരാത്മകമായ അനുഭവ മണ്ഡലത്തിൽ വ്യാപരിക്കുമ്പോൾ ഉളവാകുന്ന വിവിധ ഭാവങ്ങളാണ് അവ. ദ്രഷ്ടാവിൽ നിന്ന്, അതായത് കാണുന്നവനിൽ നിന്ന് അന്യമായതെല്ലാം ദൃശ്യത്തിൽ ഉൾപ്പെടും. ഇന്ദ്രിയ വിഷയങ്ങൾ മാത്രമല്ല, മനസ്സിലെ വികാരങ്ങളും ബുദ്ധിയിലെ ആദർശങ്ങളും എല്ലാം ദ്രഷ്ടാവായ ആത്മാവിൻ്റെ ദൃശ്യങ്ങളാണ്. ദൃശ്യപ്രപഞ്ചത്തെ മൊത്തമായാണ് ഭഗവാൻ ഇവിടെ ക്ഷേത്രം എന്ന് പറയുന്നത്. അതിൻ്റെ ദ്രഷ്ടാവാണ് ക്ഷേത്രജ്ഞൻ. എന്തൊക്കെ ചേർന്നതാണ് ക്ഷേത്രമെന്ന് അപഗ്രഥിച്ചറിയുമ്പോൾ ക്ഷേത്രജ്ഞൻ്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്താനാകും. അതുകൊണ്ടാണ് ക്ഷേത്രത്തെ ഇത്രയും വിശദമായി വിശകലനം ചെയ്യുന്നത്. ആത്മാവിന് ക്ഷേത്രജ്ഞൻ എന്ന അവസ്ഥ വന്നു ചേരുന്നത് ക്ഷേത്രവുമായുള്ള ബന്ധം നിമിത്തമാണ്. ക്ഷേത്രം എന്തെന്ന് വിവരിച്ചു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ആത്മാവിനെയാണ്. അതിനുള്ള 20 സാധനകളെ, ജ്ഞാനസാധനകളെയാണ് ഇനി പറയാൻ പോകുന്നത്. ആത്മസാക്ഷാത്കാരത്തിന് സാധകനെ യോഗ്യനാക്കുന്ന ധാർമ്മിക ജീവിത മൂല്യങ്ങൾ, അതായത് ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ തലങ്ങളിൽ പാലിക്കപ്പെടേണ്ട സംയമനങ്ങളാണ് ഇവ. ആത്മസാക്ഷാത്കാരം വേണം, അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇവയെല്ലാം അനുഷ്ഠിച്ചേ മതിയാകൂ. 7ാമത്തെ ശ്ലോകം. അമാനിത്വം അദംഭിത്വം അഹിംസാ ക്ഷാന്തിരാർച്ചവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ. അമാനിത്വം കുലജാതി ധനാദികളിൽ അഭിമാനമില്ലായ്മ. അദംഭിത്വം കഴിവുകളിൽ ഗർവിക്കാതിരിക്കുക. അഹിംസ പരദ്രോഹ ചിന്തയില്ലായ്ക. ക്ഷാന്തി എന്തും സഹിക്കാനുള്ള കഴിവ്. ആർജവം ഏതിലും നേരായ മാർഗം പിന്തുടരുക. ആചാര്യോപാസനം ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് തത്വം ഗ്രഹിക്കാൻ യത്നിക്കുക. ശൗചം
സദാ ഹൃദയശുദ്ധി പുലർത്തുക. സ്ഥൈര്യം, ലക്ഷ്യത്തിൽ നിന്ന് ചലിച്ചു പോകാതിരിക്കുക. ആത്മവിനിഗ്രഹ, മനസ്സിനെ കഴിയുന്നത്ര നിയന്ത്രിക്കുക. ഇവയാണ് പ്രാഥമികമായി ശീലിക്കേണ്ട ജ്ഞാനസാധനകൾ. കുലജാതി ധനാദികളിൽ അഭിമാനമില്ലായ്മ, കഴിവുകളിൽ ഗർവിക്കാതിരിക്കുക, എന്തും സഹിക്കാനുള്ള കഴിവ്, ഏതിലും നേരായ മാർഗം പിന്തുടരുക, ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് തത്വം ഗ്രഹിക്കാൻ യത്നിക്കുക, സദാ ഹൃദയശുദ്ധി പുലർത്തുക, ലക്ഷ്യത്തിൽ നിന്ന് ചലിച്ചു പോകാതിരിക്കുക, മനസ്സിനെ കഴിയുന്നത്ര നിയന്ത്രിക്കുക. ഇവയാണ് പ്രാഥമികമായി ശീലിക്കേണ്ട ജ്ഞാനസാധനകൾ.